നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ഭാര്യ അമൃത സുരേഷിന്റെ പരാതിയിൽ നടൻ ബാലയ്ക്കെതിരെ വഞ്ചനാകുറ്റത്തിന് കേസെടുത്തു പോലീസ്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചെന്ന പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയ അമൃതയുടെ പരാതിയിൽ നേരത്തെ പോലീസ് ബാലയെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതി രേഖയിൽ കാണിച്ച കൃത്രിമത്തിന്റെ പേരിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന കരാറിന്റെ 5-ാം പേജിൽ കൃത്രിമം കാണിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ പേജുകളിൽ കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഇതിനാൽ അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ബാല മകൾക്കുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തിരിമറി കാണിച്ചെന്നും അമൃത സുരേഷ് പറഞ്ഞു. കഴിഞ്ഞ ഒരു കേസ് റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭാഗത്തുനിന്നും ചില രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഞങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടായിരുന്നു. ആ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജിൽ മുഴുവൻ വേറെ കാര്യങ്ങളാണ്. എന്റെ ഒപ്പടക്കം വ്യാജമായി ചേർത്തിട്ടുണ്ട്. മകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയുണ്ട്. മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം പണം പിൻവലിക്കാമെന്നാണ് കരാർ. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ബാങ്കിലേക്ക് വിളിച്ചപ്പോൾ ഈ ഇൻഷുറൻസ് സറണ്ടർ ചെയ്തിരിക്കുകയാണെന്നും ആ പണം മുഴുവനായി എടുത്തെന്നും മനസ്സിലായി. മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം കിട്ടുന്ന കുറച്ച് പൈസയായിരുന്നു അതും എടുത്തെന്ന് പറയുമ്പോൾ വിഷമമുള്ള കാര്യമാണ് എന്ന് അമൃത പറയുന്നു. കരാറിന്റെ 5-ാം പേജ് വ്യാജമായി ഉണ്ടാക്കി. മകളുടെ പേരുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു. പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു. ഇൻഷുറൻസ് തുക പിൻവലിച്ചു. ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ച 15 ലക്ഷം പിൻവലിച്ചു. വ്യാജരേഖയുണ്ടാക്കി ബാല കോടതി തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലയ്ക്കെതിരെ നൽകിയിരിക്കുന്നത്. എന്നാൽ കേസിനെ കുറിച്ച് അറിയില്ല എന്നാണ് ബാല പ്രതികരിച്ചത്. മാധ്യമങ്ങൾ വിളിക്കുമ്പോഴാണ് താനിത് കേൾക്കുന്നത്. എന്താ സംഭവമെന്നത് തനിക്ക് അന്വേഷിക്കണം. കുറെ കേസുകൾ പിന്നെ വന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുകയാണ്. വളരെ മനോഹരമായി ഭാര്യയ്ക്കൊപ്പം ഞാൻ ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്കെതിരെ വീണ്ടും പരാതി വരുന്നതെന്ന് അറിയില്ല. മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നത്. ആദ്യം മുതൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതെ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനാകില്ല. ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലൂടെയാണ് ബാല വ്യക്തമാക്കിയത്. 2010-ൽ വിവാഹിതയായ ബാലയും അമൃതയും 3-4 വർഷത്തിനുള്ളിൽ ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു. ശേഷം അമൃത മകൾക്കൊപ്പം മാറി താമസിക്കുകയായിരുന്നു. പിന്നീട് 2019-ലാണ് ഇരുവരും നിയമപരമായി വിവാഹമോചിതരായത്. മകളുടെ പേരിൽ രണ്ടാളും അവകാശം ഉന്നയിച്ചതിനെ തുടർന്ന് കരാർ വയ്ക്കുകയും കേസുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. എന്നാൽ പലപ്പോഴും മകളുടെ പേരിൽ വാക്കുതർക്കവുമായി ഇരുവരും രംഗത്ത് വരാറുണ്ട്. അങ്ങനെയാണ് വീണ്ടും അമൃത വന്നിരിക്കുന്നത്. അമൃത മുൻ ഭർത്താവിനെതിരെ ഉന്നയിച്ച പുതിയ ആരോപണം ഇങ്ങനെയാണ്. കേസുമായി ബന്ധപ്പെട്ട് ബാലയുടെ ഭാഗത്തുനിന്ന് കുറച്ച് രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ രേഖകൾ വീണ്ടും പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒരു രേഖ മുഴുവൻ വേറെയായി കണ്ടു. അതിലുള്ള എന്റെ ഒപ്പിന് മാറ്റമുണ്ട്. ആ രേഖയിൽ പറയുന്നത് മോളുടെ പേരുള്ള ഇൻഷുറൻസിനെ കുറിച്ചായിരുന്നു. മകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്നാണ് ആ രേഖയിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഭാഗം മിസ്സിംഗ് ആണെന്നാണ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. അതായത് ആ പേജ് മുഴുവൻ കൃത്രിമത്വം കാണിച്ചിരിക്കുകയാണ്. അതിലൊരു സംശയം തോന്നി ബാങ്കിൽ വിളിച്ചപ്പോഴാണ് ഇൻഷുറൻസ് സറണ്ടർ ചെയ്യുകയും അക്കൗണ്ടിൽ പണം പൂർണ്ണമായി പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് അറിഞ്ഞത്. കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ കേസുമായി മുന്നോട്ട് പോകാമെന്നാണ് നിയമോപദേശം. മാത്രമല്ല മകളുടെ പേരിൽ ബാല കൊടുക്കാമെന്നേറ്റ തുക എത്രയാണെന്നും ഗായിക വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹമോചന കരാർ പ്രകാരം 15 ലക്ഷം രൂപ മകളുടെ പേരിൽ ഇടുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ കൂടുതൽ പണമോ സ്വത്തോ ഒന്നും വാങ്ങിയിട്ടില്ലെന്നും മകളുടെ പേരിൽ 15 ലക്ഷം രൂപയുടെ FDയും 1 ലക്ഷം രൂപ വീതം 7 വർഷത്തേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസുമാണുള്ളതെന്നും അമൃത വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ബാല 4-ാം തവണ വിവാഹിതനായത്. മാമന്റെ മകളായ കോകിലയാണ് നടന്റെ ഭാര്യ. വിവാഹത്തിന് ശേഷം ഇരുവരും കൊച്ചിയിൽ നിന്ന് വൈക്കത്തേക്ക് താമസം മാറ്റിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.